ഓരോ ക്യാൻസർ രോഗിയും അവർ യുണീക്കാണ്, അവർ വ്യത്യസ്തമാണ്. അവരെ യോജിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് അവർക്കുള്ള ഒരു അസുഖത്തിൻ്റെ ഉള്ളൊരു കോമൺ ഫാക്ടർ മാത്രമാണ്. ഫെബ്രുവരി മാസം 4-ാം തീയതി വേൾഡ് ക്യാൻസർ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. UICC അഥവാ യൂണിയൻ ഫോർ ഇൻ്റർനാഷണൽ ക്യാൻസർ കൺട്രോളിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇത് ആചരിക്കപ്പെടുന്നത്. ഈ വർഷത്തെ വേൾഡ് ക്യാൻസർ ഡേയുടെ തീം എന്ന് പറയുന്നത് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ്. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു തീമാണ്. കാരണം ഓരോ ക്യാൻസർ വ്യക്തിയും അവർ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു തീമാണ്. ക്യാൻസർ രോഗികൾ പലരും പല ടൈപ്പിലുണ്ടെങ്കിലും അവരെ എല്ലാവരെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അവർക്കുള്ള ഒരു അസുഖം മാത്രമാണ്. ഇത് പലപ്പോഴും ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം പലരും നമ്മളോട് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് നൽകിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലല്ലോ എനിക്ക് നൽകിയിരിക്കുന്നത്, ആ രോഗിക്ക് കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എനിക്ക് നൽകുന്നില്ലല്ലോ എന്നുള്ളത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഓരോ ക്യാൻസർ രോഗിയും അവർ യുണീക്കാണ്, അവർ വ്യത്യസ്തമാണ്. അവരെ യോജിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് അവർക്കുള്ള ഒരു അസുഖത്തിൻ്റെ ഉള്ളൊരു കോമൺ ഫാക്ടർ മാത്രമാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ എടുക്കുക. ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ക്യാൻസറാണ്. നമ്മൾ 10 ബ്രസ്റ്റ് ക്യാൻസർ എടുക്കുകയാണെങ്കിൽ 10 ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും സ്വഭാവം 10 രീതിയിലുള്ളതായിരിക്കും. അത് ഓരോ വ്യക്തിയിൽ ഏത് രീതിയിലുള്ള ചികിത്സ വേണം എന്ന് തീരുമാനിക്കുന്നത് ആ വ്യക്തിയിൽ വന്നിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ മോളിക്യുലാർ സ്വഭാവം, അതായത് ജനിതകമായിട്ടുള്ള മാറ്റങ്ങൾ നോക്കിയിട്ടാണ്. അതാണ് ഞാൻ വീണ്ടും പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓരോ ക്യാൻസർ രോഗിയും വ്യത്യസ്തമാണ്. മറ്റുള്ളവർക്ക് നൽകിയിട്ടുള്ള ആ ചികിത്സ ആയിരിക്കത്തില്ല വേറൊരു രോഗിക്ക് നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ചികിത്സ വേണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഡോക്ടറിനോട് ചോദിച്ച് നിങ്ങളുടെ ക്യാൻസറിന് ആവശ്യമുള്ള ചികിത്സയായിരിക്കണം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഞാൻ രോഗികളുടെ ഇടയിലുള്ള വലിയൊരു തെറ്റിദ്ധാരണ മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെസ്സേജ് ഞാൻ നൽകുന്നത്. താങ്ക് യു.